ഹലോ ഗൈസ്, ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഗൾഫിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ്. നമ്മൾ കറൻസി എക്സ്ചേഞ്ചിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പൈസ മാറ്റാനായിട്ട് നമ്മൾ കറൻസി എക്സ്ചേഞ്ചിലോട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ കറൻസി എക്സ്ചേഞ്ച് അവിടെ ഭയങ്കര കുറവാണ്. ആകെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അവരുടെയിലാണെങ്കിൽ ഭയങ്കര കത്തിയാണ്, മീൻസ് ഭയങ്കര ചാർജ് കൂടുതലാണ് അവർ വാങ്ങിക്കുക. അപ്പം നമുക്ക് ഇപ്പം കോഴിക്കോട് നിന്ന് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് എക്സ്ചേഞ്ച് റേറ്റ് ചോദിച്ചായിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് വെച്ചാൽ ഒരു റിയാലിന് 230 രൂപ ഉള്ളപ്പോൾ നമുക്ക് ഒരു റിയാലിന് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 280 രൂപയാണ്. 260 280 രൂപയുടെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തത്. കൂടാതെ അതിൻ്റെ കൂടെ ഒരു ടാക്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒമാനിലോട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒമാനിലേക്ക് വരിക. ഒമാനിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് എയർപോർട്ടിൽ നിന്നും മാക്സിമം എക്സ്ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. എയർപോർട്ടിലും റേറ്റ് ഭയങ്കര കൂടുതലാണ്, നാടത്തേക്കാളും കൂടുതലാണ് എയർപോർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒമാനിൽ തന്നെ ഇറങ്ങി പുറത്തുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ചിലൊന്ന് റേറ്റ് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വലിയ ഡിഫറൻസ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തത് ഇവിടെ ഒമാനിൽ തന്നെയുള്ള ഒരു ഗൾഫ് ഓവർസീസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ് ചെയ്തത്. എനിക്ക് വലിയ നഷ്ടമില്ലാണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളും കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് പുറത്ത് ഇതേപോലെ ഒമാനിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫെയർ ആയിട്ട് തോന്നുന്നത് ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് മാറാം. ഞാനിപ്പോൾ മാറിയത് ഗൾഫ് ഓവർസീസ് എന്ന് പറയുന്ന ഒരു ഇതിലാണ്. എനിക്കതിൽ മാന്യമായിട്ടുള്ളൊരു റേറ്റ് കിട്ടിയായിരുന്നു നാട്ടിലെ അപേക്ഷിച്ചിട്ട്. നാട്ടിലെയും പിന്നെ അതേപോലെ എയർപോർട്ടിലെയും അപേക്ഷിച്ചിട്ട് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെ എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ തന്നെ മസ്കറ്റ് എയർപോർട്ടിൽ അല്ലെങ്കിൽ സലാല എയർപോർട്ടിലെ എക്സ്ചേഞ്ച് റേറ്റിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ളൊരു റേറ്റ് കിട്ടിയത് എനിക്ക് പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ നിങ്ങളോടും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗൾഫിലോട്ട് ട്രാവൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒമാനിലോട്ട് ട്രാവൽ ചെയ്യുന്നവർ, കോഴിക്കോട് വഴി ട്രാവൽ ചെയ്യുന്നവർ, കൊച്ചിയിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് എക്സ്ചേഞ്ച് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാം. അതല്ല, കോഴിക്കോട് വഴി യാത്ര ചെയ്യുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കോഴിക്കോടിൽ നമുക്ക് വേറെ എക്സ്ചേഞ്ചർ കൂടുതലൊന്നുമില്ല, ആകെ ഒരു ബ്രാഞ്ച് മാത്രമേ അവിടെ ഉള്ളൂ. അവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം കത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ ഇതേപോലെ ഈ ഒരു വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പുറത്തിറങ്ങി ഏജൻസീസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ പലയിടത്തും പല റേറ്റ് ആയിരിക്കും. എങ്കിലും നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ളത് ഇതേപോലെ നമുക്ക് പുറത്തുനിന്ന് എക്സ്ചേഞ്ചിൽ നമുക്ക് പൈസ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.